അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടടയാണ്. അരിപ്പൊടി കുഴച്ച് തേങ്ങയും ശർക്കരയും വെച്ച് വാഴയിലയിൽ ചുട്ടെടുക്കുന്ന ഓട്ടട. വാഴയില മുറിച്ച് അട പരത്താൻ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കാം. ഏകദേശം ഒരു 10-12 ഇല ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്തു. ഇതിൽ കുറച്ച് ഉപ്പിടാം, ഒരുപാട് വേണ്ട. ഒരു 3 കപ്പ് വെള്ളമല്ലേ എടുത്തത്, അപ്പോൾ അതിന് ഏകദേശം ഒരു 1.5-2 ടീസ്പൂണോളം ഉപ്പ്, അത്രയും മതി. ഒരു 2 ടീസ്പൂൺ തന്നെ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് അടയ്ക്കൊരു രുചിയും കൂട്ടും, അതുപോലെ കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണം. ഇനി ഇവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. അതൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ ഇങ്ങനെ വെട്ടി തിളച്ച് തുടങ്ങി. ഇതിനി പൊടിയിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കണം. അതായത് നമുക്ക് ഇലയിൽ വെച്ച് പരത്താൻ പാകത്തിന് അത്രയും സോഫ്റ്റ് ആയിരിക്കണം. വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ എന്തായാലും അവസാനം കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഇലയിൽ വെച്ച് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതിനി തേങ്ങയും ശർക്കരയും റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ശർക്കര നമുക്കിങ്ങനെ ഒന്ന് ചീകി അല്ലെങ്കിൽ ചുരണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊന്നും അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ. തേങ്ങയും ശർക്കരയും മാത്രമാണ് വെക്കുന്നത്. ആ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ചിലർ ജീരകമൊക്കെ ചേർക്കാറുണ്ട്, ചെറിയ ജീരകം, അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ചിരണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടയിൽ വെക്കാനുള്ള കൂട്ട് റെഡിയായി. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇലയിലോട്ട് അത് ആവശ്യത്തിന് മാവ് വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിരലിങ്ങനെ മുക്കിയിട്ട് പരത്തുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് പൊട്ടിപ്പോവാതെ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം ഇത് പാനിൽ വെച്ച് ചുട്ടെടുക്കുന്നതാണ്. അപ്പം കട്ടി കൂടിക്കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ലപോലെ കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കാം. ഇതിനൊന്നും കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇലയുടെ ഉണ്ടാക്കുന്ന, ആവിയിൽ വേവിച്ചുള്ള ഇലയട ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. പിന്നെ ഈ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് കൂടുതൽ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനാണ്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. റെഡിയാക്കി വെച്ച അട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ ഒരുപാട് കൂട്ടവും വേണ്ട, ഒരുപാട് കുറയവും വേണ്ട കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന സൈഡിൽ ഇല കരിയും, കുറച്ചിങ്ങനെ കരിഞ്ഞിങ്ങനെ ചുരുണ്ടൊക്കെ വരും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ പാകം. കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇല ഇങ്ങനെ ആവും. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഇല കരിഞ്ഞ് വരണം. പിന്നെ ഇല ആടയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു പാകത്തിനായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ചെറിയ ചെറിയ ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും മുകളിൽ. രണ്ട് സൈഡും നല്ലപോലെ വെന്ത് കഴിയുമ്പോഴേക്കും മാറ്റാം. കനം കുറച്ച് പരത്തുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും, ഒരുപാട് സമയം എടുക്കത്തില്ല. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. പുറമേയൊക്കെ കുറച്ച് മൊരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇലയുടെക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പലഹാരമാണ്. ആ ഇല ചുട്ടെടുക്കുന്നതിൻ്റെതായ ഒരു പ്രത്യേക രുചിയുണ്ട്. ഒത്തിരി പേരുണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ഓട്ടട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.